നമസ്കാരം. ആസ്ട്രോളജി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ധാരാളം പരസ്യങ്ങൾ കാണുന്നുണ്ടാകും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആസ്ട്രോളജി പറയുന്നു, അതൊരിക്കലും തെറ്റില്ല എന്നുള്ള രീതിയിൽ പരസ്യങ്ങൾ കാണും. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ സ്വയം ചിന്തിക്കാനുള്ള ഒരു ബുദ്ധി അതിനില്ല. അതുകൊണ്ട് തന്നെ അതൊരു ഇൻ്റലിജൻസ് എന്ന് പറയാൻ കഴിയില്ല. അത് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന ഡാറ്റകൾ സൂക്ഷിച്ചു വെക്കുകയും അതിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്നും അത് കളക്ട് ചെയ്ത് നമുക്ക് തരുന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഈ കൊടുക്കുന്ന ഡാറ്റകൾ നമ്മൾ മാത്രമല്ല, ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയകളിലെല്ലാം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡാറ്റകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡാറ്റകൾ എടുക്കുമ്പോൾ അതിൽ ശരിയായ ഡാറ്റകളുണ്ടാകും, തെറ്റായ ഡാറ്റകളുണ്ടാകും. ഇതെല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എടുക്കും. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന സമയത്ത് ഇത് ലക്ഷക്കണക്കിന് ഡാറ്റകളുണ്ടാകും. ഒരേ കാര്യം തന്നെ വ്യത്യസ്തമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ടാകും. ശരിയുമുണ്ടാകും, തെറ്റുമുണ്ടാകും. പക്ഷേ ഇതിനെല്ലാം കറക്റ്റായിട്ട് വിവേചിച്ചറിയാൻ ഉള്ള ബുദ്ധി അതിനില്ല. അത് ഒരു ആവറേജ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വിവരത്തെപ്പറ്റി തന്നെ 1000 10,000 വിവരങ്ങളുണ്ടെങ്കിൽ അതിൽ കൂടുതൽ വിവരങ്ങൾ ഏതാണോ അതായിരിക്കും ക്രോഡീകരിക്കുക. അങ്ങനെ ഏതെങ്കിലും വിവരങ്ങൾ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ആസ്ട്രോളജി എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന വിവരങ്ങൾ ഒരു കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഈ മനുഷ്യരെല്ലാം തന്നെ വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്തമായ എനർജി ഡാറ്റയുമായി ജനിച്ച ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സ്വഭാവവും അവരുടെ കർമ്മയും എല്ലാം വ്യത്യസ്തങ്ങളാണ്. ഇതൊരിക്കലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് കണ്ടെത്താൻ സാധിക്കില്ല. വിവേചിച്ചറിയാനായിട്ടുള്ള കഴിവില്ല. മനുഷ്യന് മാത്രമേ അത് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എം തിയറിയിൽ കൃത്യമായിട്ട് ഓരോ മനുഷ്യൻ്റെയും ഡാറ്റകൾ കൃത്യമായിട്ട് കണ്ടെത്തി അതിനുള്ള സഹായം ചെയ്യാനായിട്ട് സാധിക്കും. അവർക്ക് ഭാവിയിൽ ഏത് വഴിക്ക് പോകുന്നതെന്ന് കണ്ടെത്താൻ സാധിക്കും. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് അത് സാധിക്കുന്ന കാര്യമല്ല. അതുപോലെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈ ഡാറ്റകൾ